ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ UGC നെറ്റ് എക്സാം അടുത്തു. ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന സമയത്ത് നിങ്ങൾ ഏത് ടോപ്പിക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണെന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഒന്നും പഠിക്കാതെ പരീക്ഷ ഒന്ന് വെറുതെയെങ്കിലും പോയി എഴുതാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ചിലവർ സക്സസ് ഉറപ്പിച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ പല പല കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു സമയത്ത് അവസാനം ഇനിയിപ്പം ഒരു 1-2 ആഴ്ചയാണ് പരീക്ഷയ്ക്കുള്ളത്. ഈ ഒരു സമയത്ത് ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് അതാണ് ഞാൻ പറയുന്നത്. 2 ഫേസ് ആയിട്ടാണല്ലോ പരീക്ഷ. നമ്മുടെ നെറ്റ് എക്സാമിന് പേപ്പർ 1ഉം പേപ്പർ 2 ആണ് ഉള്ളത്. അപ്പോൾ പേപ്പർ 1 എല്ലാവർക്കും കോമൺ ആണ്. പേപ്പർ 2വിനേക്കാളും അവരവരുടെ സബ്ജക്റ്റിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിനേക്കാളും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ളത് പേപ്പർ 1 തന്നെയാണ്. പേപ്പർ 1ൽ മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് സിലബസ് ഇടുന്നുണ്ട്. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസിൽ 2 മാർക്ക് വീതം 100 മാർക്കാണ് ഉണ്ടാവുക. സെക്കൻഡ് പേപ്പറിൽ 200 മാർക്ക്, ടോട്ടൽ അങ്ങനെ 300. അപ്പോൾ അതിൽ 100 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിന് കൂടുതലായിട്ടും ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. 10 യൂണിറ്റാണ് ഇതിലുള്ളത്. വ്യത്യസ്ത തലങ്ങളിലുള്ള 10 യൂണിറ്റുകൾ. അതിലൊരു 6-7 യൂണിറ്റൊക്കെ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളത് കൂടുതലും അതിൻ്റെ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു 6-7 ടോപ്പിക്ക് മാക്സിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് 70% മാർക്ക് അല്ലെങ്കിൽ 70 മാർക്കൊക്കെ ഫസ്റ്റ് പേപ്പറിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലായാലും നിങ്ങളത് സിലബസ് കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനൊക്കെ നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ അതിൽ യൂട്യൂബിൽ പല ആളുകളുടെയും വീഡിയോസൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കറണ്ട് അഫെയർസ്, അതായത് ഹയർ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള കറണ്ട് അഫെയർസൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് വഴിയൊക്കെ തന്നെയാണ് പഠിച്ചത്. പിന്നെ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, പിന്നെ കോംപ്രിഹെൻഷൻ, ജനറൽ അവെയർനെസ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇതെല്ലാമാണ് നമ്മുടെ പേപ്പർ 1ലെ സിലബസ്. ഫസ്റ്റ് പേപ്പർ നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ലോജിക്കുകൾ, ബേസിക് കൺസെപ്റ്റ്സുകൾ, ജനറൽ ആയിട്ടുള്ള അബ്രിവിയേഷൻസൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം എല്ലാവർക്കും ആ ഒരു ടോപ്പിക്സൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ വെൻ ഡയഗ്രം, പിന്നെ ഇന്ത്യൻ ലോജിക്ക്, പ്രമാണാസ്, സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാനാസ്, ഇതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസൊക്കെ ഒന്നുകൂടെ പഠിക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ റീസണിങ് എബിലിറ്റിയൊക്കെ എല്ലാവരും പരീക്ഷയ്ക്ക്, PSC പരീക്ഷകൾക്കൊക്കെ പഠിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അവിടെയൊക്കെ കൂടുതലായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ബി ക്രിയേറ്റീവ്. നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ നോക്കുക. കൂടുതൽ ഫസ്റ്റ് പേപ്പറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.